ഞങ്ങളൊരു 120 ആയപ്പോൾ വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ വന്ന് നിൽക്കുക. ഈ നോൺ റിസർവിന് കൂടുതൽ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഉണ്ട്. അൺറിസർവ്ഡിന് നല്ലോണം സീറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ ആൾക്കാർ ഒരുപാട് അല്ലാതെ കയറുന്നതെന്ന് തോന്നുന്നു. അന്നായിട്ടുള്ള ആരും കയറിയിട്ടില്ലെന്നാണ് തോന്നുന്നു. മണിക്കൂറായിട്ട് വെയിലത്തൊക്കെ നിന്നതാണ്, ഒരു രക്ഷയില്ല. 1 മണിക്കൂർ കൂടുതലാണ്. ശരിയാണ്, കാരണം ഇവിടെ ഏതാണ്ട് 900 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ബാക്കി നിൽക്കുന്നവർക്ക് വരെ കയറാൻ പറ്റുന്നതാണ്. ഇവർ ഒരുപാട് ഒത്തിരി ഗസ്റ്റിനെയും പിന്നെ ഈ അകത്തൂടെ ഉള്ള എൻട്രി ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്തത്. അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്ര സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഈ വെയിലത്ത് നിന്നിട്ട് കയറാൻ പറ്റില്ല. വളരെ മോശം കാണിക്കുന്നത്. അൺറിസർവ്ഡ് അങ്ങ് അറ്റം വരെ അൺറിസർവ്ഡ് ഓൾമോസ്റ്റ് കയറുന്നത്. കാരണം അത്രയും 900 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ടാഗോർ. അപ്പോൾ സ്വാഭാവികമായിട്ട് കയറാൻ പറ്റണം. പിന്നെ നിശാഗന്ധിയേ ഉള്ളൂ. നിശാഗന്ധി കഴിഞ്ഞാൽ ടാഗോറാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും സമയം ക്യൂ നിന്നിട്ട് കയറാൻ പറ്റാതെ ഭയങ്കര മനഃപൂർവ്വമാണ്. അല്ലാതെ അത്രയും നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ല, വർഷങ്ങളായിട്ട് വരുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ ഈ നോൺ റിസർവിന് വേണ്ടത്ര സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു. അതെ, നല്ലൊരു പ്രശ്നമാണ്. എപ്പോഴോ നിൽക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ആളുകൾ കയറുന്നുണ്ടോ അറിയില്ല അതിനെപ്പറ്റി. റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിസർവ് ചെയ്യുകയാണെങ്കിൽ 8 മണിക്ക് റിസർവ് ചെയ്ത് 5 മിനിറ്റോ 3 മിനിറ്റോ ഗ്യാപ്പറ്റേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇല്ല. ഇനിയിപ്പോൾ 3:30 സിനിമ തുടങ്ങി, എന്താ അറിയില്ല. ബ്രോ എത്ര മണിക്കൂർ ക്യൂ ചെയ്യുന്നത്? 1 മണിക്കൂറായി. 2-2.5 വന്ന് നിൽക്കുകയാണ്. ഈ നോൺ റിസർവിന് 250 സീറ്റോളം ഉണ്ടെന്ന് പറയുന്നത്. അത് കയറാൻ പറ്റാത്തതിന് അതല്ല ബ്രോ, ഇതിന് ശേഷം ഈ റിസർവ്ഡ് അല്ലാതെ വരുന്ന ആൾക്കാരുടെയാണ് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ഈ സെലിബ്രിറ്റീസും ബാക്കി വരുന്ന മീഡിയാസും അവർക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ഈ ക്യൂ ഇതിൽ തീർന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. ഇനി അതുപോലെ റിസർവ്ഡിലും നല്ല വലിയ ക്യൂ ആയിരുന്നു. ബുദ്ധിമുട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് ഷോറിനോടെ ഉണ്ട് ഏരിയസിൽ. അതിൽ കിട്ടിയ ഭാഗ്യം ഉള്ളതുപോലെ കണ്ട് അത്രേ ഉള്ളൂ. 2:15 തുടങ്ങുന്നു. നിരാശ കുഴപ്പമില്ല. ഞാനൊരു 3:45 കണ്ടതാ നിശാഗന്ധിയിൽ. 1 മണിക്ക് കറക്റ്റായിട്ടുള്ള റിസർവേഷൻ അല്ലെങ്കിൽ സാധാരണ നിൽക്കുമ്പോൾ നമുക്ക് അറിയാം ആ സമയം എത്ര പേരെ അവർ കയറുമെന്നുള്ളത്. പക്ഷെ ഇത് കറക്റ്റായിട്ട് കയറാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു റിസർവേഷൻ്റെ കൂടുതൽ കയറിയിട്ടുള്ളതുകൊണ്ടാണ്. അല്ലാതെ എക്സ്ട്രാ ഒരുപാട് ഫീലിംഗ് വന്നതുകൊണ്ട് കിട്ടാത്തതാണ്. 2 മണിക്കൂർ. നല്ല നിരാശ. എക്സ്പീരിയൻസ് ആയിരുന്നു 2 മണിക്കൂർ നിന്നത്. ജസ്റ്റ് നമ്മൾ ആ ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഫുള്ള് ബുക്ക് ആവുന്നുണ്ട്. എന്തോ ബാക്ക് ഡോർ എൻട്രി ആണ്.
അല്ല റിസർവേഷൻ സൈറ്റ് സൂപ്പറാ. അതാരെ മോഡയാണോ? അതാരെ രജനീകാന്തല്ലേ? ഇവിടെ ചോദിച്ചോളൂ, ഇവിടെ ചോദിച്ചോളൂ. ഇനി മോഡയാണോ?